ഫ്ലിപ്കാർട്ടിൽ സാസാലയിലെ സെയിൽ അങ്ങോട്ട് ലൈവ് ആയിട്ടുണ്ട്. സോ ഈ ഒരു ഓഫർ സെയിലിലൂടെ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന ഇയർബഡ്സുകൾ ഏതാണ്, അല്ലെങ്കിൽ വർത്ത് ബൈങ് ആകാത്ത ഇയർബഡ്സുകൾ ഏതൊക്കെയാണ്, ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് അതിനൊരു ഐഡിയ കിട്ടും. കൂടാതെ വീഡിയോയുടെ ഏറ്റവും അവസാനം 1000 രൂപയ്ക്കുള്ളിൽ 1500, 2000, 2500 ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ബഡ്സുകൾ ഏതൊക്കെയാണ് എല്ലാം അങ്ങോട്ട് മനസ്സിലാകുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ ഓഫർ വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിനും എല്ലാം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ പോയിക്കോളൂ. അവിടെ നിങ്ങൾക്ക് മേടിക്കാൻ ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് ജസ്റ്റ് അൺബോക്സ്ഡ് പീസ്. കൂടാതെ മറ്റൊരു സന്തോഷ വാർത്ത, നമ്മുടെ ദീപ് സ്റ്റോർ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. സോ ഔട്ട്സൈഡ് കേരള ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കേസ് കവേഴ്സ് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിച്ചാൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാണ് ഇത് കറക്റ്റ് ആക്ച്വലി എത്തുന്നതൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ ചെയ്യുന്ന കൂട്ടുകാർ, അതിപ്പോൾ ഇൻസൈഡ് കേരള ആയാലും ഔട്ട്സൈഡ് കേരള ആയാലും നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്യണമെങ്കിൽ വളരെ ചെറിയൊരു എന്താ പറയുക ക്യാഷ് ഓൺ ഡെലിവറി ചാർജ് മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ. പക്ഷേ ഡയറക്റ്റ് നമ്മുടെ സ്റ്റോറിലൂടെ ഓർഡർ ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ കാശ് ആവുന്നതുകൊണ്ട് തന്നെ പ്രീപെയ്ഡ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഫ്ലിപ്കാർട്ട് നോക്കുക. അതർവൈസ് പ്രീപെയ്ഡ് ആണെങ്കിൽ നമ്മുടെ സ്റ്റോർ, പ്രത്യേകിച്ച് ഇൻസൈഡ് കേരള സുഹൃത്തുക്കൾ, സ്റ്റോറിൽ ഡയറക്റ്റ് ഓർഡർ ചെയ്തോളൂ. 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം അങ്ങോട്ട് വീട്ടിൽ എത്തുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബോൾട്ടിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാം. ബോൾട്ടിന്റെ W20 799 രൂപയ്ക്ക് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ മേടിക്കാൻ സാധിക്കും. ഇപ്പോഴെന്നുള്ള പല ഓഫർ സമയങ്ങളിലും ഈ ഒരു റേറ്റ് തന്നെയാണ്. ബിൽ ക്വാളിറ്റി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 799 രൂപയ്ക്ക് നിങ്ങളിത് മേടിക്കേണ്ട എന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. എന്നാൽ ഇവരുടെ W40 കണ്ടോ 899 രൂപയ്ക്ക് മേടിക്കും. ഒരു 100 രൂപ കൂടി കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ സാധിക്കും. ഇതും കുഴപ്പമില്ല, പക്ഷേ ഇവിടെയും ആ ഒരു ബിൽ ക്വാളിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഓൾറെഡി ഇവരുടെ ഈ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂവിൽ അത് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഓസ്ട്രോ നോക്കുകയാണെങ്കിൽ 1099 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. കുഴപ്പമില്ലാത്ത ഡീലാണ്. എന്നാൽ Z40 Pro 100 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമൊക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 1199 രൂപയ്ക്ക്, 1599 നോർമൽ റേറ്റ്. എന്നാൽ ഇതുമൊക്കെ ഒരു 1099 എത്തേണ്ട സമയം കഴിഞ്ഞ് കേട്ടാ. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മസ്താങ് ടോർക്ക്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ മസ്താങ് സീരീസിലുള്ള പ്രോഡക്റ്റാണ്. 1799 കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഈ വിലയ്ക്ക് നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ ഒരു 1499, 1399 ഒക്കെ കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മേടിക്കാൻ സാധിക്കും. അതർവൈസ് സത്യം പറഞ്ഞാൽ ഈ ഒരു മസ്താങ് ടോർക്ക് എന്താണോ അത് തന്നെയാണ് ഓസ്ട്ര. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഓസ്ട്ര മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മസ്താങ് ടോർക്കിനേക്കാളും. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലാരിറ്റി 3, പലരും ചോദിക്കാറുണ്ട് 2000 രൂപയ്ക്ക് മേടിച്ചാൽ വർത്ത് ബൈങ് ആകുമോ എന്നുള്ളത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് എന്താ പറയുക, ഒരു മോണോ ഔട്ട്പുട്ട് കുറച്ച് ഡോമിനേറ്റ് ആയിട്ടുള്ളതാണ്. സോ അത് പക്ഷേ EQ മോഡ്സ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഔട്ട്പുട്ട് കിട്ടും. എന്നാൽ EQ മോഡൊന്നും തന്നെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാതെ നമുക്ക് എന്താ പറയുക നല്ല ഔട്ട്പുട്ട് കിട്ടുന്ന ഇയർബഡ്സുകൾ ഈ 2000 രൂപയ്ക്ക് ഉള്ളുണ്ട്. അതും ഞാൻ എന്തായാലും ഉടനെ വഴി അങ്ങോട്ട് പറഞ്ഞുതരാം. സോ നിങ്ങൾ ക്ലാരിറ്റി 3 ഇപ്പോൾ എന്തായാലും 1799 മേടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. എന്നാൽ 1500 രൂപയ്ക്ക് കിട്ടുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു 50 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അടിപൊളിയാണ് കേട്ടോ. അതിൽ വേറൊരു സംശയമില്ല. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യത്തിൽ എന്താ പറയുക, മറ്റുള്ള ഈ ഒരു സെഗ്മെന്റിലുള്ള ഏതൊരു ഇയർബഡ് വെച്ച് നോക്കുകയാണെങ്കിലും മുന്നിൽ തന്നെ ആയിരിക്കും ഇത്. എന്നാൽ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മോണോ ഔട്ട്പുട്ട് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് എന്തോ ഒരു ചെറിയൊരു വിഷമം ആ ഒരു കാര്യത്തിലുണ്ട്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്രോഡക്റ്റാണ് ട്രൂക്കിന്റെ ക്രിസ്റ്റൽ ബേസ്. 799 രൂപയ്ക്ക് നമുക്കിത് മേടിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും 799 രൂപയ്ക്ക് മേടിച്ചാൽ വർത്ത് ബൈങ് ആകുന്ന, അല്ലെങ്കിൽ നല്ലൊരു ബെറ്റർ ബഡ്സ് തന്നെയാണ് ആക്ച്വലി ട്രൂക്കിന്റെ ക്രിസ്റ്റൽ ബേസ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഇപ്പോൾ ബിൽ ക്വാളിറ്റി ആണെങ്കിലും മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും മൈക്ക് ക്വാളിറ്റി എല്ലാം തന്നെ ഓവറോൾ എന്തായാലും അടിപൊളി. അതുകൊണ്ട് തന്നെ ഞാൻ ട്രൂക്കിന്റെ പക്ഷേ ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ട്രൂക്ക് ക്രിസ്റ്റൽ ബേസ്. അത് മാത്രമേ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതങ്ങോട്ട് പറയുന്നത്. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ 1000 രൂപയ്ക്കുള്ളിൽ നല്ലൊരു ഡീൽ തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് 1000 രൂപയ്ക്കുള്ളിലുള്ള ഏതൊരു ബഡാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ യൂസ് ചെയ്തതിൽ ഏതായിരിക്കും കൊള്ളാവുന്നത്, അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. കൂടാതെ ബോട്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും നമുക്ക് 1000 രൂപയ്ക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ എയർഡോപ്സ് 161 50 hours ടോട്ടൽ പ്ലേ ടൈം ഉള്ളതുകൊണ്ട് അതും 799 രൂപ കിട്ടും. വെയറിംഗ് കംഫർട്ട് മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക് ഇവിടെ. ഈ ബോട്ടിൽ പിന്നെ ഏത് നോക്കിക്കഴിഞ്ഞാലും വെയറിംഗ് കംഫർട്ട് ചെറിയൊരു പ്രശ്നമായിട്ട് വരുവാണ്. അതർവൈസ് ഉറപ്പായിട്ടും 799 രൂപയ്ക്ക് എയർഡോപ്സ് 161 നല്ലൊരു ഡീലാണ്. അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. പിന്നെ മൈക്ക് ക്വാളിറ്റി ഒക്കെ ആവറേജ് ആണ്. 50 എന്താ പറയുക, നമ്മുടെ 50 ms ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ബീസ് മോഡൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. 50 hours ടോട്ടൽ പ്ലേ ടൈമും നമുക്കൊരു 161 പുതിയ ആ ഒരു 161 കാണാൻ സാധിക്കും. കൂടാതെ 161 or 163 ഇതും നമുക്ക് 799 രൂപയ്ക്ക് തന്നെയാണ് കാണാൻ സാധിക്കുക. എന്നാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ലോ ലേറ്റൻസി മോഡ് ഇല്ല, അതായത് ബീസ് മോഡ് ഇല്ല. സോ ഞാൻ പറയുന്നത് ഈ ഒരു 161 or 163 മേടിക്കുന്നതിനേക്കാളും നല്ലത് 161 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 50 hours മേടിക്കുന്നതാണ്. പക്ഷേ 161 or 163 കുറച്ചുകൂടി വെയറിംഗ് കംഫർട്ട് നല്ലതാണ്. എനിക്ക് എന്തായാലും വെയറിംഗ് കംഫർട്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു 161 or 163 ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്ത് മാത്രം ഇതിൽ ഏതെങ്കിലും ചൂസ് ചെയ്യുക. പിന്നെ
ഒരു ഹാഫ് ഇൻ ഇയർ TWS കുറേ അധികം കംപ്ലയിൻറ്റ്സ് ആക്ച്വലി ഞാൻ ഈ പറയാൻ പോകുന്ന പ്രോഡക്റ്റിനുണ്ട്. അതാണ് നമ്മുടെ ബോട്ട് എയർഡ്രോപ്സ് ആൽഫ. എന്തായാലും എന്താ പറയുക, 699 രൂപയ്ക്ക് കിട്ടുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഹാഫ് ഇൻ ഇയർ TWS കിട്ടുന്നു എന്നുള്ളത് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് സ്പെക് വൈസിൽ നല്ലൊരു ഡീൽ. അതുകൊണ്ടാണ് ഞാനിത് അങ്ങോട്ട് പറയുന്നത് കേട്ടോ. പിന്നെ എയർഡ്രോപ്സിന്റെ 71 നല്ലൊരു പ്രോഡക്റ്റ് ആണ്. 799 രൂപയ്ക്ക് ആ ഒരു പ്രോഡക്റ്റും കിട്ടുന്നതാണ്. കൂടാതെ നിർവാണ അയോണിലേക്ക് വരണമെങ്കിൽ അതിനു മുന്നേ എയർഡ്രോപ്പ് സുപ്രീം നമുക്ക് 1099 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇന്നിയർ ഡിറ്റക്ഷൻ സഹിതമുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു എയർഡ്രോപ്പ് സുപ്രീം എന്ന് പറയുന്നത്. പക്ഷേ അതിലൊരു ബസ്സിംഗ് സൗണ്ടും പിന്നെ വെയറിംഗ് കംഫർട്ടും ചില ആൾക്കാർ ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട്. കൂടാതെ നിർവാണയിലേക്ക് വരുവാണെങ്കിൽ ഇതേ നടക്കുന്ന 1699 രൂപയ്ക്കാണ് സാധിക്കുന്നത്. സത്യം പറഞ്ഞാൽ 1699 നിങ്ങളിപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 1499 1599 പോലും ഈ ഒരു സാധനം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഓഫർ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. പക്ഷേ ബേസ് നല്ല ഡോമിനേറ്റഡ് ആണ് ഈ ഒരു ബോട്ട് നിർവാണ അയോൺ എന്ന് പറയുന്നത്. നിർവാണ അയോൺ ആണ് ഏറ്റവും നല്ലത്. നിർവാണ അയോൺ ANC മേടിക്കുന്നതിനേക്കാളും അതും കൂടി നിങ്ങൾ കണക്കിന് എടുത്തോളൂ കേട്ടോ. മിക്കവാറും ANC എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1799 ഇപ്പോൾ കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഫസ്റ്റ് പേജിൽ എന്തായാലും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിത് അതങ്ങോട്ട് ലീവ് ചെയ്യുകയാണ്. ഇനി അടുത്ത നമ്മുടെ റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ 1099 രൂപയ്ക്ക് നമ്മുടെ റിയൽമി ബഡ്സ് T110 കിട്ടും. ഉറപ്പായിട്ടും നല്ലൊരു ഡീലാണ് 1099 രൂപയ്ക്ക്. കൂടാതെ T310 നമുക്കിപ്പോൾ 1799 രൂപയ്ക്ക് കിട്ടും. 2000 രൂപയ്ക്കുള്ളിൽ നല്ലൊരു ഡീലാണ് ഈ ഒരു T310 എന്ന് പറയുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് 2000 രൂപയ്ക്കുള്ളിൽ റിയൽമി ബഡ്സ് T310. ഇതിൻ്റെയും എന്തായാലും കേസ് കവേഴ്സ് ഒക്കെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബഡ്സ് എയർ 6 Pro 3999 തൊടുന്നു. 4499 അല്ലെങ്കിൽ 4999 നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് റിയൽമി ബഡ്സ് T200 ലൈറ്റ് 1399 കുറേ നാളായിട്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില കാണുന്നത്. അതായത് ലോഞ്ച് ഓഫർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്തായാലും 1299 മേടിക്കാൻ സാധിക്കും. പിന്നെ എയർ 6 എന്തായാലും 3299 അതേപോലെ തന്നെ എയർ 7 എന്ന് പറയുമ്പോഴത്തേക്ക് 2799 കാണാൻ സാധിക്കും. എന്തായാലും എയർ 6 നിങ്ങൾ 3299 രൂപ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മുടെ എയർ 7 2799 മേടിക്കുന്നത്. പിന്നെ ഈ ഒരു എയർ 6ന്റെ ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിലേക്ക് പോകുക. ഇനി അതല്ല, നമ്മുടെ എയർ 6ഉം എയർ 7ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ സ്പെക് വൈസ് ഉള്ളത് ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ പെട്ടെന്ന് അങ്ങോട്ട് മാറി കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ എയർ 5 എന്തായാലും ഇപ്പോൾ കാണുന്നില്ല കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. എന്താ ഈ ഫസ്റ്റ് പേജിൽ എയർ 5 ഇല്ല. ഇനി സ്റ്റോക്ക് ഔട്ട് ആയോ ഇല്ലെന്ന് അറിയത്തില്ല കേട്ടോ. എയർ 5 എന്തായാലും ഒരു 2499 വരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡീൽ തന്നെയാണ്. അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും നമ്മുടെ എയർ 7 അങ്ങോട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മുടെ OnePlusലേക്ക് വരുവാണെങ്കിൽ OnePlus Nord Buds 2R 1549 രൂപയ്ക്ക് കാണാൻ സാധിക്കും. 1599 ഒക്കെ തന്നെയാണ് നോർമലി ഓഫർ സമയങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. സോ അങ്ങനെ വലിയൊരു രീതിക്ക് ഓഫർ ഇല്ല. എന്നാൽ OnePlusന്റെ Nord Buds 3 1899 കാണാൻ സാധിക്കും. 1999 നോർമൽ റേറ്റ്. കൂടാതെ OnePlus Nord Buds 3 Pro 2599 നോർമൽ റേറ്റ്. എന്തായാലും OnePlusന്റെ ഒരു ഫോണാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ മാത്രം ഈ ഒരു OnePlus ഒക്കെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതർവൈസ് സ്പെക് വൈസ് സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ രീതിക്ക് ഒരു അപ്ഗ്രേഡേഷൻ ഇവിടെ ഒന്നിനും തന്നെ ഞാൻ കണ്ടില്ല. പ്രത്യേകിച്ച് ഒരു OnePlusന്റെ Nord Buds 2R എന്നൊക്കെ പറയുന്നത് അതിലൊന്നുമില്ല എന്നാൽ പോലും, പക്ഷേ ആ ഒരു OnePlusമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും എന്നാണ് പലരും പറയാറുള്ളത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഓൾറെഡി ഒരു OnePlus Nord Buds 2Rന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോഴത്തേക്ക്. വലിയ പ്രശ്നമൊന്നും അങ്ങോട്ട് തോന്നിയതില്ല. ഇനി നമ്മുടെ CMFലേക്ക് വരുവാണെങ്കിൽ CMF നത്തിങ് ബഡ്സ് 2 എനിക്ക് എന്തായാലും 2000 രൂപയ്ക്കുള്ളിൽ വർത്ത് ബൈങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു നത്തിങ് ബഡ്സ് എന്ന് പറയുന്നത്. 1799 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഞാൻ ആദ്യം ബഡ്സ് 2 എന്ന് പറഞ്ഞെങ്കിൽ അത് ഞാൻ തിരിച്ചെടുക്കുന്നു. CMF ബൈ നത്തിങ് ബഡ്സ് ആണ് കേട്ടോ. 1799 കിട്ടുക. 42 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. പിന്നെ ഇതിനകത്തുള്ള ആ ഒരു മ്യൂസിക് ക്വാളിറ്റി, ആ ഒരു റിച്ച് ബേസ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ ഉറപ്പായിട്ടും നല്ലൊരു ഡീലാണ് എന്തായാലും 1799 രൂപയ്ക്ക്. കൂടാതെ CMF ബൈ നത്തിങ് ബഡ്സ് Pro 2 നോക്കുവാണെങ്കിൽ 3299 കിട്ടും. സ്പെക് വൈസ് ഉറപ്പായിട്ടും നല്ലൊരു ഡീൽ തന്നെയാണ് ഈ ഒരു Pro 2 എന്ന് പറയുന്നത്. പിന്നെ പ്രോയിലേക്ക് വരുവാണെങ്കിൽ 2499. സത്യം പറഞ്ഞാൽ കുറേ നാൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ നോർമൽ റേറ്റ് 2499 ആയിരുന്നു. എന്ന് നമ്മുടെ ഈ ഒരു CMF ബൈ നത്തിങ് ബഡ്സ് ഇറങ്ങിയോ അന്നാണ് ഇതിന്റെ വില അങ്ങോട്ട് കൂട്ടിയിട്ട് ഇതെന്താ പറയുക 2999 നമ്മുടെ CMF ബൈ നത്തിങ് ബഡ്സ് 2299 വന്നത്. പക്ഷേ ഞാൻ പറയുന്നത് CMF ബൈ നത്തിങ് ബഡ്സ് ആണ് ഈ ഒരു പ്രോയിനേക്കാളും നല്ലത്. എന്നാൽ മൈക്ക് ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആണ് നമ്മുടെ പ്രോയിൽ കേട്ടോ. സോ ആ ഒരു മൈക്ക് ക്വാളിറ്റി പ്രയോറിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും പ്രോയിലേക്ക് പോകുക. അതർവൈസ് CMF ബൈ നത്തിങ് ബഡ്സിലും എന്തായാലും മൈക്ക് ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആണ് നമ്മുടെ പ്രോയിൽ. ഇനി നമ്മുടെ നോയ്സിലേക്ക് വരുവാണെങ്കിൽ നോയ്സിന്റെ ഏത് പറയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതാ MVP 102 നല്ലൊരു ഡീലാണ്. പക്ഷേ 1399 വില ഭയങ്കര വലിയ രീതിക്ക് കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 102 എലൈറ്റ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് SBC കോഡൊക്കെ മാത്രമേ ഉള്ളൂ. അതർവൈസ് നല്ലൊരു ഡീലാണ്. എന്നാൽ നിങ്ങൾ ഭയങ്കര 100% പാർട്ടി ഇടൂലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. 799 നോയ്സിന്റെ ഒരു പ്രോഡക്റ്റ് നോക്കുവാണെങ്കിൽ അത് നല്ലൊരു ഡീലാണ്. കൂടാതെ യൂനോ 1099 കിട്ടും. ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല. പക്ഷേ സ്പെക് വൈസ് ഉറപ്പായിട്ടും 1099 നല്ലൊരു ഡീല് തന്നെയാണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എയർബഡ്സ് Pro 6
സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്നതാണ്. 2999 ഉറപ്പായിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റി ഫീലൊക്കെ കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീൽ തന്നെയാണ് ഈ ഒരു എയർബഡ്സ് പ്രോ 6. എനിക്ക് തോന്നുന്നു 3499 അല്ലെങ്കിൽ 3999 ആണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഓപ്പോയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഓപ്പോ എൻഗോ ബഡ്സ് 2 സത്യം പറഞ്ഞാൽ ഇത് 1299 ഒരു 1399 ഒക്കെ കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചാൽ മതി. അതർവൈസ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1599 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ മേടിക്കേണ്ട ആവശ്യമില്ലാന്നേ ഞാൻ അങ്ങോട്ട് പറയത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സസാലയിലെ ഓഫർ സെയിൽ നമുക്ക് ബഡ്സുകളിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് 1000 രൂപയ്ക്കുള്ളിൽ ഞാൻ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് ആദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയണത് നമ്മുടെ ട്രൂക്കിന്റെ ക്രിസ്റ്റൽ ബേസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബോട്ടിന്റെ എയർഡോപ്സ് 161 ആ ഒരു 50 വേർഷൻ. കൂടാതെ 1500ലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ T200 ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ T110 ഉണ്ട്. ഇനി അതല്ല ബോട്ടിന്റെ വേണമെങ്കിൽ സുപ്രീമിലേക്ക് പോകൂ. സുപ്രീം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ബെയറിംഗ് കംഫർട്ടും ബസ്സിംഗ് സൗണ്ടും ഉണ്ട്. പക്ഷേ സ്പെക് വൈസ് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ റിയൽമിയുടെ പ്രോഡക്റ്റിലേക്കാളും ബെറ്റർ ആണ്. എന്നാൽ എന്താ പറയുക, ബെയറിംഗ് കംഫർട്ടും നല്ല മ്യൂസിക് ക്വാളിറ്റിയും ബസ്സിംഗ് സൗണ്ടും ഒന്നുമില്ല ഈ ഒരു T110 നമ്മുടെ T200 ലൈറ്റിലാണെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ അതങ്ങോട്ട് ആദ്യം പറയുന്നത്. ഇനി 2000 രൂപയ്ക്കുള്ളിൽ നോക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ റിയൽമി ബഡ്സ് T310 അതുപോലെ തന്നെ CMF by Nothing ബഡ്സ് രണ്ടും നല്ല ഓപ്ഷൻസ് ആണ്. കൂടാതെ 2500 നമ്മുടെ ഇപ്പോൾ CMF by Nothing ബഡ്സ് പ്രോ ഉണ്ട്. കൂടാതെ റിയൽമി ബഡ്സ് എയർ 5 ആ ഒരു 2500 കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീൽ തന്നെയാണ്. പിന്നെ OnePlusന്റെ നോട്ട് ബഡ്സ് 3 പ്രോയും നല്ലൊരു ഡീൽ തന്നെയാണ്. 3000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ റിയൽമി ബഡ്സ് എയർ 7 നല്ലൊരു ഡീൽ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇനി നമ്മുടെ റെഫ്രിജറേറ്റേഴ്സ്, TV, സ്മാർട്ട് ഫോൺസ് അതുപോലെ തന്നെ AC-യിലൊക്കെ തന്നെ ഓഫർ വീഡിയോസ് ഉടനെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ കാണും. അപ്പോൾ ആ ഒരു വീഡിയോക്കൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഒക്കെ ഒന്ന് അറിയുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.